കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് വീണ്ടും ഉയർന്ന നിരക്ക്. കരിപ്പൂരിലെ ഹജ്ജ് യാത്ര ടെൻഡറിൽ എയർ ഇന്ത്യ മാത്രമാണുള്ളത്. 1,25,000 കരിപ്പൂരിലെ നിരക്ക്. കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിലെ നിരക്കിനെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്നുള്ള 38,000 രൂപ അധികമായി നൽകേണ്ടി വരും. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അനുജ, കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് ഇത്തവണയും കൈ പൊള്ളുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവർ 1,25,000 രൂപയാണ് നൽകേണ്ടത്. എന്നാൽ കണ്ണൂർ വിമാനത്താവളം വഴി പോകുന്നവർ 87,000 രൂപയും കൊച്ചിയിൽ നിന്ന് പോകുന്നവർ 86,000 രൂപയുമാണ് നൽകേണ്ടത്. ഇതിൽ ഏതാണ്ട് 38,000 രൂപയോളം അധികമായി കരിപ്പൂർ വഴി പോകുന്നവർ നൽകണമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ പോകുന്നതും കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കരിപ്പൂർ വിമാനത്താവളം വഴി 5,755 യാത്രക്കാർ പോകുന്നുണ്ട്. കണ്ണൂർ വഴി 4,026, കൊച്ചി വഴി 5,422 പേർ. ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന കരിപ്പൂർ വിമാനത്താവളം വഴി തന്നെ ഏറ്റവും കൂടുതൽ നിരക്ക് ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. 1,65,000 രൂപയായിരുന്നു ഒരാളിൽ നിന്നും കരിപ്പൂർ ഹജ്ജിന് പോകുന്നവർ കരിപ്പൂർ വഴി പോകുന്നവർ നൽകേണ്ടിയിരുന്നത്. പിന്നീട് വലിയ പ്രതിഷേധത്തെ തുടർന്ന് 1,27,000 കുറക്കുകയും ചെയ്തിരുന്നു. നിലവിൽ കരിപ്പൂർ വിമാനത്താവളം വഴി ഈ ഹജ്ജ് സർവീസ് നടത്തുന്നത് എയർ ഇന്ത്യ മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്ര ഒരു വലിയ നിരക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അനുജ, സമീർ, ഇപ്പോൾ ഇത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ തവണ ആദ്യം പറഞ്ഞ നിരക്ക് ഉയർന്നതായിരുന്നു, പിന്നീട് പ്രതിഷേധം വന്നപ്പോൾ അത് കുറച്ച് കുറയ്ക്കുന്നു. ഇത്തവണ ഒരല്പം കുറവ് അതിനേക്കാൾ ഉണ്ട് എന്ന് തോന്നുന്നു. അതെ അനുജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിൽ വന്നത് 1,65,000 രൂപയാണെങ്കിൽ അത് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും എല്ലാം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ സർക്കാരും എല്ലാവരും ഇടപെട്ട്, കേന്ദ്രമൊക്കെ തന്നെ ഇടപെട്ട് പിന്നീട് നിരക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിലും അത് 1,27,000 ആയിരുന്നു നിരക്ക് എത്തിയത്. എങ്കിൽ ഇത്തവണ 1,25,000 നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വകാര്യ മേഖലയിലൂടെ അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികൾ വഴി ലക്ഷങ്ങൾ നൽകി ഹജ്ജ് തീർത്ഥാടനത്തിന് പോകാൻ ശേഷിയില്ലാത്ത, സാമ്പത്തികമായി കഴിയാത്ത ആളുകളാണ് ഈ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിക്കുകയും അങ്ങനെ അവർക്ക് അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവസരം ലഭിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ ഇത്തവണയും അധികമായി 38,000 രൂപയോളം നൽകേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. അതുമായി ബന്ധപ്പെട്ട് ഹജ്ജ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ തവണ സമാനമായ ഇടപെടൽ നടത്തിയ സാഹചര്യത്തിലായിരുന്നു ഈ നിരക്ക് കുറഞ്ഞത്. നിലവിൽ എയർ ഇന്ത്യ മാത്രമാണ് ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട ഈ ടെൻഡറിൽ പങ്കെടുക്കുകയും എയർ ഇന്ത്യ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട സർവീസ് നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് എയർ ഇന്ത്യ നിശ്ചയിക്കുന്ന നിരക്കാണ് ഇത്തരത്തിൽ ഈ ഒരു വർധനയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സ്വാഭാവികമായും ഈ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് മതസംഘടനകൾ, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ കടുത്ത പ്രതിഷേധത്തിനാണ് കരിപ്പൂർ വിമാനത്താവളം എല്ലാം തന്നെ സാക്ഷ്യം വഹിച്ചത്. അതിന് പിന്നാലെയായിരുന്നു ഈ നിരക്ക് കുറക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അനുജ, ഈ സമീർ, ഈ വിഷയത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രതികരണം നമുക്ക് കിട്ടിയോ? നിലവിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. എന്നാൽ വകുപ്പ് മന്ത്രിയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരക്ക് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു കത്ത് കേന്ദ്രത്തിന് അയച്ചതായി നമുക്ക് ഹജ്ജ് മന്ത്രി ആയിട്ടുള്ള അബ്ദുറഹ്മാനിൽ നിന്നും നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വിശദീകരണം നൽകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സംസ്ഥാന സർക്കാരിനെയും ഹജ്ജ് വകുപ്പിന്റെയും ഒക്കെ തന്നെ നിലപാട് ഈ നിരക്ക് കുറക്കണം, ഇത് വലിയ വർധനയാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരും ഹജ്ജ് കമ്മിറ്റിയും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിരക്ക് വർധനയുടെ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിരക്ക് വർധന പുറത്തു വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാവരും കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഹജ്ജ് തീർത്ഥാടകർക്ക് ഇപ്പോൾ ഇത്തവണ സെലക്ഷൻ ലഭിച്ച ഹജ്ജ് തീർത്ഥാടകർക്ക് വലിയ നിരാശയിലാണ്. കാരണം ഇത്രയും അധികം തുക നൽകേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം ഈ ലക്ഷങ്ങൾ നൽകി സ്വകാര്യ ഏജൻസി വഴി ഈ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകാൻ ശേഷിയില്ലാത്തവർ ഈ സംസ്ഥാന സർക്കാരിലേക്ക് അപേക്ഷിക്കുകയും അങ്ങനെ ഒരുപാട് കാത്തിരിക്കുകയും അതിനുശേഷം ഒരു നറുക്കെടുപ്പ് നടത്തുകയും എങ്ങനെയൊക്കെയാണ് ഈ ഹജ്ജ് തീർത്ഥാടനത്തിന് ഹജ്ജ് കമ്മിറ്റി മുഖേന പോകാൻ അവസരം ലഭിക്കുന്നത്. അങ്ങനെ അവസരം ലഭിക്കുന്നവർക്ക് മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ യാത്രാ നിരക്ക് നൽകേണ്ടി വരിക എന്നുള്ളത് ഒരു സങ്കടകരം തന്നെയാണ്. പ്രത്യേകിച്ച് കരിപ്പൂർ വഴി ഏറ്റവും കൂടുതൽ യാത്രക്കാർ പോകുന്ന ഒരു വിമാനത്താവളമാണ് കരിപ്പൂർ. ഹജ്ജ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കരിപ്പൂർ വിമാനത്താവള പരിസരത്താണ്. സംസ്ഥാനത്തെ ഏക ഹജ്ജ് ഹൗസ് കൂടിയാണത്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ നിരക്ക് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിലൊരു യാഥാർത്ഥ്യം.
അനുജ. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഹജ്ജ് യാത്ര നടത്തുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ്. അപ്പോൾ അവിടെയാണ് ഉയർന്ന നിരക്ക്. ഇക്കുറിയും ഈ വർഷവും ഉയർന്ന നിരക്ക് എന്ന വാർത്ത വരുന്നത് 24 എക്സ്ക്ലൂസീവ് വാർത്തയാണ്. കരിപ്പൂരിലെ ഹജ്ജ് യാത്ര ടെൻഡറിൽ നിലവിൽ എയർ ഇന്ത്യ മാത്രമാണുള്ളത്. 1,25,000 എന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിരക്ക്. എന്നാൽ കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ 1,00,000-ൽ താഴെയാണ്. 87,000, 86,000 രൂപ. അവിടെയാണ് കരിപ്പൂർ വഴി ഹജ്ജ് യാത്രയ്ക്ക് പോകുന്നവർക്ക് 1,25,000 രൂപ അടയ്ക്കേണ്ടി വരുന്നത്. ഹജ്ജ് കമ്മിറ്റിയുടെയൊക്കെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷ. സമീർ ബിൻ കരീമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.